ഒരിടവേളയ്ക്ക് ശേഷം അയോധ്യയിലെ രാമക്ഷേത്രം വാർത്തകളിൽ നിറയുകയാണ്. പഴയതുപോലെ വിശ്വാസികൾക്ക് ആവേശമുണർത്തുന്ന വാർത്തകളാലല്ല, മറിച്ച് ഒരു കാട്ടുകൊള്ളയുടെ പേരിൽ. രാംലല്ലയുടെ മുതൽ കക്കുന്നത് ആര്? അന്വേഷിക്കാം. ഉത്തർപ്രദേശിലെ അയോധ്യ നഗരത്തിൽ സരയൂ നദിക്കരയിൽ നിർമ്മിക്കപ്പെട്ട രാം മന്ദിർ അഥവാ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം, മുസ്ലിങ്ങൾ 400 വർഷങ്ങളായി ആരാധന നടത്തിയിരുന്ന ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്തിന് സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പ്രതിഷ്ഠ ശ്രീരാമന്റെ ബാലരൂപമായ ഭഗവാൻ രാംലല്ല വിരാജ്മാൻ. 70 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന നിർമ്മിതി. ഉത്തര ദക്ഷിണ ക്ഷേത്ര വാസ്തുശില്പ ശൈലികളും എഞ്ചിനീയറിംഗ് സാമർഥ്യവും ആധുനിക ശൈലിയും ചേർന്നു വരുന്ന ഒരു സവിശേഷവും മനോഹരവുമായ നിർമ്മിതി. വടക്കേ ഇന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാഗര ശൈലിയും തെക്കേ ഇന്ത്യയിലെ ദ്രാവിഡ ശൈലിയും ആധുനിക സംവിധാനങ്ങളും ചേർന്ന ക്ഷേത്ര സമുച്ചയത്തിൽ കേരളത്തിന്റെ തേക്കും രാജസ്ഥാനിലെ ഭരത്പൂരിലെ പിങ്ക് നിറമുള്ള കല്ലുകളും തെലങ്കാനയിലെയും കർണാടകയിലെയും ഗ്രാനൈറ്റുമെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭാരതത്തിന്റെ വാസ്തുശില്പ വൈദഗ്ധ്യത്തിന്റെ മകുടോദാഹരണം. ഏറെ വിവാദങ്ങൾ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ട് മുതലുള്ള ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 2019 തർക്കഭൂമി ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പണിയാൻ നൽകാനും മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാൻ മറ്റെവിടെയെങ്കിലും സ്ഥലം നൽകാനും ഇന്ത്യൻ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ തകർക്കപ്പെട്ട ബാബറി മസ്ജിദിന് താഴെ ഇസ്ലാമികമല്ലാത്ത ഒരു ഘടനയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന പരാമർശം തെളിവായി കോടതി സ്വീകരിച്ചു. ഏതായാലും 2020 ഓഗസ്റ്റ് 5-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഭൂമി പൂജ നിർവഹിച്ചു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലായിരുന്നു ക്ഷേത്ര നിർമ്മാണം. ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് 2024 ജനുവരി 22-ന് നടന്നു. നരേന്ദ്രമോദിയുടെയും BJP-യുടെയും അഭിമാന പ്രശ്നമായിരുന്നു ഒരർത്ഥത്തിൽ രാമക്ഷേത്ര നിർമ്മാണം. BJP ഇന്ത്യയിൽ വളർന്നത് തന്നെ ഈ വിഷയത്തിലൂടെയാണ്. പക്ഷേ അടുത്തിടെ കേൾക്കുന്ന വാർത്തകൾ BJP-യെ മാത്രമല്ല ശ്രീരാമ ഭക്തരെയും അസ്വസ്ഥരാക്കുന്നു. ബാബറും ഗസ്നിയും മുഹമ്മദ് ഗോറിയും ഇവിടത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് കടന്നുപോയ ചരിത്രം ഇടയ്ക്കിടെ പറയാറുണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ അയോധ്യ ക്ഷേത്രത്തിന്റെ ഖജനാവ് തന്നെ ക്ഷേത്ര ഭരണ സമിതി കൊള്ളയടിച്ചിരിക്കുന്നു. അവർ ജനങ്ങളുടെ വിശ്വാസത്തെയും പ്രതീക്ഷകളെയും ഒരുപോലെ വഞ്ചിച്ചിരിക്കുന്നു. 2003-2004 കാലം മുതൽ രാമക്ഷേത്രത്തിലേക്ക് ലഭിച്ച പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയും അഴിമതിയും നടന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജൂൺ 7-നാണ് സമാജ്വാദി പാർട്ടി മുൻ MLA പവൻ പാണ്ഡെ രാമക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച 5 കോടി രൂപ മുതൽ 7.5 കോടി രൂപ വരെ മൂല്യമുള്ള വസ്തുക്കളും പണവും തട്ടിയെടുത്തതായി ആരോപണം ഉന്നയിച്ചത്. SP അധ്യക്ഷൻ അഖിലേഷ് യാദവും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഈ വിഷയം ഏറ്റെടുത്തു. 2024 ജനുവരി 22-ന് രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന പ്രതികളുടെ പലരുടെയും സാമ്പത്തിക സ്ഥിതി അതിവേഗം മാറിയതും ചിലർ പൊടുന്നനെ കോടീശ്വരന്മായതുമാണ് സംശയത്തിനിടയാക്കിയത്. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തി. നോട്ടെണ്ണൽ പ്രക്രിയയിൽ സുരക്ഷാ ജീവനക്കാരെ വിന്യസിക്കുക, എണ്ണുന്ന മുറിയിൽ പ്രവേശിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ഉദ്യോഗസ്ഥരെ പരിശോധിക്കുക, സംഭാവന എണ്ണുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 180 ദിവസത്തേക്ക് സൂക്ഷിക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളൊക്കെ പാടെ ലംഘിക്കപ്പെട്ടു. നിയമങ്ങൾ ലംഘിച്ച് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റോയിയുടെ മുൻ ഡ്രൈവർ നിരവധി തവണ സംഭാവന പെട്ടികളുടെ താക്കോൽ കൈവശം വെച്ചതായി റിപ്പോർട്ടുണ്ട്. ഈ സംഭാവന പെട്ടികളിൽ നിന്നും പണം നഷ്ടപ്പെടുകയും ചെയ്തു. SIT റിപ്പോർട്ട് അനുസരിച്ച് സംഭാവന എണ്ണൽ ചുമതലക്കാരനും കുറ്റാരോപിതനുമായ സുഭാഷ് ശ്രീവാസ്തവയെ ട്രസ്റ്റിലെ ഒരാളുടെ ശുപാർശ പ്രകാരമാണ് നിയമിച്ചത്. SIT റിപ്പോർട്ടിനെ തുടർന്ന് 25-നാണ് കേസിൽ FIR പോലീസ് രജിസ്റ്റർ ചെയ്തത്. അറസ്റ്റ് ചെയ്ത 8 പേരിൽ 6 പേരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഇതുവരെ 80 ലക്ഷം രൂപയോളം പണവും വിദേശ കറൻസിയും കണ്ടെടുത്തിട്ടുമുണ്ട്. രാമക്ഷേത്ര കൊള്ളയിൽ RSS നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഒത്തുകളിക്കുകയാണ് BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്ന സംശയം സ്വാഭാവികമായും ഉയർന്നു വരും. ആ സംശയം ന്യായവുമാണ്. ചമ്പത് റോയിയും അനിൽ മിശ്രയെയും നിയമ നടപടികളിൽ നിന്ന് രക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ 2 പേരുടെയും രാജി എന്ന ആരോപണവും വന്നു. കേസിൽ നിലവിൽ പ്രതി ചേർക്കപ്പെട്ടവർ ഈ നേതാക്കളുടെ അടുത്ത സഹായികളും ബന്ധുക്കളുമായിട്ടും പ്രധാന ഭാരവാഹികളായി ഇവരെ പ്രതിപ്പട്ടികയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയതിനെതിരെ വിമർശനം ശക്തമാവുകയും ചെയ്തു. യഥാർത്ഥ പ്രതികളായ
ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാതെ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു UP സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘമെന്ന ആക്ഷേപവും ശക്തമായി. ട്രസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം വിശ്വാസം എന്നാണ്. എന്നാൽ അത് നഷ്ടമായി പോയെന്നാണ് അയോധ്യ കേസിലെ ഹർജിക്കാരിൽ ഒരാളായ സ്വാമി ധരംദാസ് പറഞ്ഞത്. FIR വെറും പ്രഹസനമാണെന്ന് ജ്യോതിർമഠം ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സരസ്വതിയും പ്രതികരിച്ചു. ഭക്തർ സമർപ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ കാണിക്കപ്പണം, സ്വർണം, വെള്ളി, വജ്രം എന്നിവയടങ്ങുന്ന അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടതായി ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും. ക്ഷേത്രത്തിനായി നൽകിയ 60 കിലോഗ്രാം വെള്ളിക്കട്ടികൾ കാണാനില്ല എന്ന് ജ്വല്ലേഴ്സ് അസോസിയേഷനും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ഈ അന്വേഷണത്തിനായി ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയാക്കും വരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ഉദ്യോഗസ്ഥരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രതിനിധികളും ചേർന്നുള്ള കൂടിയാലോചന പ്രകാരം 2025 നടപടിക്രമങ്ങൾ നിശ്ചയിച്ചത്. സംഭാവന എണ്ണലിൽ അസ്വാഭാവികതകളുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നത്. ഈ തീരുമാനങ്ങളിൽ വന്ന ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല എന്ന് SIT ഇപ്പോൾ കണ്ടെത്തിയിട്ടുമുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ ഇനി ഞാൻ പറയാം. 1. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റോയിയുടെ മുൻ ഡ്രൈവർ ടിനു യാദവ് എന്ന രമാശങ്കർ യാദവാണ് ഒട്ടേറെ ഭണ്ഡാരങ്ങളുടെ താക്കോലുകൾ സൂക്ഷിച്ചിരുന്നത്. ഇത് ചട്ടലംഘനം. നടപടിക്രമങ്ങൾ പാലിക്കപ്പെടാത്തതിനാൽ ടിനു വെട്ടിപ്പ് നടത്തി. എന്നാൽ ഇതിന്റെ കൃത്യമായ രീതി SITക്ക് കണ്ടെത്താനായിട്ടില്ല. ഇയാളുടെ തന്നെ ബന്ധുവായ മനീഷ് കുമാർ യാദവിനെ സംഭാവന എണ്ണൽ വിഭാഗത്തിൽ നിയമിച്ചു. സംഭാവന എണ്ണുന്ന ജീവനക്കാർ കീശയില്ലാത്ത വസ്ത്രം ധരിക്കാനും അതുപോലെ തന്നെ എണ്ണൽ മുറിയിലേക്ക് ഇവർ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സുരക്ഷാ ചുമതലയുള്ള സൈനിക് സേവക് സർവീസസ് എന്ന ഏജൻസിയുടെ കാവൽക്കാരൻ ഇവരുടെ ദേഹപരിശോധനകൾ നടത്തണം. ഈ ചട്ടങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല. എണ്ണൽ പ്രക്രിയയുടെ 180 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കണം എന്ന നിബന്ധന ഉണ്ടായിരിക്കെ വെറും 45 ദിവസത്തേത് മാത്രമേ ഇവർ സൂക്ഷിച്ചിട്ടുള്ളൂ. ട്രസ്റ്റിലെ 3 പ്രധാനികളിൽ ഒരാളുടെ ശുപാർശ പ്രകാരമാണ് എണ്ണലിന്റെ ചുമതലയിൽ സുഭാഷ് ശ്രീവാസ്തവയെ നിയമിച്ചതും. നിലവിൽ സംഭാവന കൊള്ളക്കേസിലെ പ്രതിയാണ് ഈ ശ്രീവാസ്തവ. അയോധ്യ സംഭാവന കൊള്ളക്കേസിൽ BJPയും RSSും മറുപടി പറയണമെന്നാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേര ആവശ്യപ്പെട്ടത്. രാമക്ഷേത്ര നിർമ്മാണ പദ്ധതി തുടക്കം മുതൽ RSSന്റെ മേൽനോട്ടത്തിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുമായിരുന്നു. പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള നൃപേന്ദ്ര മിശ്ര, മുൻ RSS പ്രചാരകനായ ചമ്പത് റോയ് തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. ഓർക്കണം, ട്രസ്റ്റ് രൂപീകരിച്ചത്. ക്ഷേത്ര ഉദ്യോഗസ്ഥനായ മഹിപാൽ സിംഗ് മോഷണം റിപ്പോർട്ട് ചെയ്തിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അദ്ദേഹത്തെ പുറത്താക്കി. അഴിമതിക്കാർ തങ്ങളുടെ കുറ്റങ്ങൾ മറയ്ക്കാനുള്ള കവചമായി വിശ്വാസത്തെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഈ അഴിമതി പണം ഡൽഹിയിലേക്കും നാഗ്പൂരിലേക്കും എത്തുന്നുണ്ടോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ക്ഷേത്രത്തിലെ കാണിക്ക എണ്ണുന്നതിലടക്കം പുതിയ മാറ്റങ്ങൾ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ ഇരുന്നു കൊണ്ട് മേശപ്പുറത്ത് വെച്ച് പണമെണ്ണുകയായിരുന്നു രീതി. അതിനു പകരം തറയിൽ പരവതാനി വിരിച്ച് അതിൽ വെച്ച് എണ്ണാനാണ് പുതിയ നിർദ്ദേശം. ക്ഷേത്രത്തിൽ 35 ഭണ്ഡാരങ്ങളുണ്ട്. ഈ ഭണ്ഡാരങ്ങളിൽ നിന്നും പണം പുറത്തേക്കെടുക്കുമ്പോഴും എണ്ണുമ്പോഴും നിർബന്ധമായും വീഡിയോ ചിത്രീകരിച്ചിരിക്കണം. നേരത്തെ ഒരു CCTV ക്യാമറ മാത്രമാണ് ഉണ്ടായിരുന്നത്, പണം എണ്ണുന്ന മുറിയിൽ മാത്രം. ഇവിടെ 6 CCTV സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ CCTVകളുടെ സ്റ്റോറേജ് കപ്പാസിറ്റിയും കൂട്ടി. സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ക്ഷേത്ര ട്രസ്റ്റിയെ പൂർണ്ണമായും ചുമതലകളിൽ നിന്നും മാറ്റുകയും ചെയ്തു. സാമ്പത്തിക ക്രമക്കേടിൽ വിശ്വ ഹിന്ദു പരിഷത്ത് വൈസ് പ്രസിഡന്റും നിലവിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റോയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. AAP നേതാവ് അരവിന്ദ് കെജ്രിവാളും ധാരാളം ആരോപണങ്ങൾ ഉയർത്തി. രാമക്ഷേത്രത്തിൽ നിന്നും സംഭാവനകളായി ലഭിച്ച കോടിക്കണക്കിന് പണമാണ് കൊള്ളയടിക്കപ്പെട്ടത്. ഇതിൽ രാമഭക്തർക്കിടയിൽ വലിയ രോഷമുണ്ട്. ഇവരുടെ മനസ്സിൽ നിരവധി ചോദ്യങ്ങളും ഉയർന്നു വരുന്നു. രാമക്ഷേത്രത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ചമ്പത് റോയുടെ കൈകളിലാണ്. ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ചമ്പത് റോയ്ക്കെതിരെയാണ്. അദ്ദേഹത്തെ ഇതുവരെ പുറത്താക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ചോദിക്കുന്നത്. ജൂൺ 7 അയോധ്യയിൽ നിന്നുള്ള മുൻ ഉത്തർപ്രദേശ് മന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ പവൻ പാണ്ഡെയാണ് ക്ഷേത്രത്തിൽ 5 കോടി മുതൽ 7.5 കോടി രൂപ വരെ സംഭാവന തട്ടിപ്പ് നടത്തിയതായി ആദ്യം പറഞ്ഞത്. പിന്നീടാണ് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയം ഏറ്റെടുത്തതും. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാവായ സന്തോഷ് ദുബെ പോലീസിന് നൽകിയ പരാതി പ്രകാരം രാജ്യത്തിനകത്തു നിന്നും വിദേശത്തു നിന്നും
ഭക്തർ സംഭാവന നൽകിയ വജ്രവും സ്വർണവും വെള്ളിയും എല്ലാം നഷ്ടപ്പെട്ടു. അഷ്ടധാതുക്കളിൽ നിന്ന് നിർമ്മിച്ച ഏകദേശം 1250ഓളം അമൂല്യ ഇഷ്ടികകളും രാം മന്ദിറിൽ നിന്നും കാണാതായി. മൗറീഷ്യസിൽ നിന്നും അയച്ച സവിശേഷമായ ഇഷ്ടികയും മുംബൈയിലെ വ്യവസായി നൽകിയ വജ്ര ഇഷ്ടികയും ഇതിൽ പെടുന്നു. ക്ഷേത്രത്തിന് ലഭിച്ച സംഭാവനകൾ മാത്രമല്ല, ഇഷ്ടികകൾ വരെ കട്ടുകൊണ്ടുപോയി എന്ന് ചുരുക്കം. രാംലല്ലയ്ക്ക് സമർപ്പിക്കപ്പെട്ട വിലയേറിയ ഒരു നെക്ലസും ദിവ്യ പാതുകങ്ങളും നഷ്ടപ്പെട്ടു. യഥാർത്ഥ ആഭരണങ്ങൾക്ക് പകരം മുക്കുപണ്ടങ്ങളാണ് ഇപ്പോൾ ശേഖരത്തിലുള്ളതെന്നും ആരോപണമുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. കാണിക്കപ്പെട്ടികളിലെ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും എണ്ണുന്നതിനിടെ അസ്വാഭാവികത കണ്ടെത്തിയതിനെ തുടർന്ന് ചില ജീവനക്കാരെ മാറ്റണമെന്ന് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 3 മാസം മുന്നേ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ട്രസ്റ്റിലെ ഉദ്യോഗസ്ഥർ ഈ മുന്നറിയിപ്പ് അവഗണിച്ചു. അതാണ് ക്രമക്കേടുകൾക്ക് കാരണമെന്നാണ് ഇപ്പോൾ SBI വൃത്തങ്ങൾ പറയുന്നത്. ബാങ്കിന്റെ ശുപാർശ ഉണ്ടായിട്ടും ബന്ധപ്പെട്ട ജീവനക്കാരെ മാറ്റാൻ നടപടിയെടുത്തില്ല എന്നും മറിച്ച് ട്രസ്റ്റിലെ ചില ഭാരവാഹികൾ ഇവരെ സംരക്ഷിച്ചെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. മുന്നറിയിപ്പ് എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? മനഃപൂർവ്വം അവഗണിച്ചതാണോ? റിപ്പോർട്ട് മറച്ചു വെച്ചതാണോ? അതിൽ ട്രസ്റ്റിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ ഭാരവാഹികൾക്കോ പങ്കുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ? അതിനിടെ കൗതുകമുള്ള ഒരു കാര്യം കൂടി സംഭവിച്ചു. ഈ കാണിക്കക്കൊള്ളയിൽ പ്രതികളായവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകില്ല എന്ന് അഭിഭാഷകർ അങ്ങ് തീരുമാനിച്ചു. പ്രതികൾക്ക് വേണ്ടി ഏതെങ്കിലും അഭിഭാഷകൻ ഹാജരായാൽ അവർക്ക് 5 ലക്ഷം രൂപ പിഴ ചുമത്തുമെന്നാണ് ഫൈസാബാദ് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ പറയുന്നത്. ബാർ അസോസിയേഷന്റെ തിങ്കളാഴ്ച നടന്ന ജനറൽ ബോഡി യോഗത്തിലാണ് ഈ തീരുമാനം. ഫൈസാബാദ് ബാർ അസോസിയേഷനിലെ ഒരു അഭിഭാഷകനും കാണിക്കക്കൊള്ളയിലെ പ്രതികൾക്കായി കോടതിയിൽ ഹാജരാകില്ല എന്നും ആരെങ്കിലും ഈ തീരുമാനം ലംഘിച്ചാൽ വലിയ പിഴ ചുമത്തുമെന്നുമാണ് അസോസിയേഷൻ പ്രസിഡന്റ് കലിക പ്രസാദ് മിശ്ര പറയുന്നത്. ജനറൽ ബോഡി യോഗത്തിൽ അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് അഭിഭാഷകർ ഇതിനെ പിന്തുണച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള തങ്ങളുടെ വികാരത്തെ ഏറെ വ്രണപ്പെടുത്തിയെന്നാണ് ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ പ്രതികരണം. പ്രതികളെ സംരക്ഷിക്കില്ല എന്ന് ഫൈസാബാദിലെ എല്ലാ അഭിഭാഷകരും സമ്മതിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര കൊള്ളയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ട്രസ്റ്റ് ഭാരവാഹികൾ രക്ഷപ്പെടുന്നു എന്ന സംശയം ന്യായമാണ്. RSS ഈ വിഷയത്തിൽ എന്തെങ്കിലും മിണ്ടിയോ? ഇല്ല. വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നു ഇങ്ങനെ ഒരു കാട്ടുകൊള്ള സംഭവിച്ചതെങ്കിൽ സംഘപരിവാർ വെറുതെ ഇരിക്കുമോ? ഭാരതം മുഴുവൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകില്ലേ? ഇതിപ്പോൾ യോഗി ആദിത്യനാഥിന്റെ UP അല്ലേ? മിണ്ടാൻ പറ്റുമോ? വിശ്വാസപ്രകാരവും വ്യവഹാരപ്രകാരവും രാംലല്ല മൈനറാണ്. ആ മൈനറിന്റെ സ്വത്തും ആഭരണങ്ങളും എന്തിന് ക്ഷേത്രം പണിയാൻ കൊണ്ടുവന്ന ഇഷ്ടിക പോലും കൊള്ളയടിച്ച, കട്ടുമുടിച്ച കപട ഭക്തർക്കെതിരെ മിണ്ടാൻ പോലും മടിക്കുന്നവർ ആരുടെ പക്ഷത്താണ്? രാമൻ ജനിച്ചത് അയോധ്യയിലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പില്ല. കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും രാമായണമുണ്ട്. പക്ഷെ ഒന്നറിയാം, രാമൻ ജനിച്ചത് വാൽമീകി മഹർഷിയുടെ ഹൃദയത്തിലാണ്. ഒരു കവിയുടെ വിഷാദത്തിൽ നിന്നുമാണ് രാമായണം ഉണ്ടായത്. രാംലല്ലയുടെ പൊന്നും പണവും മുക്കുന്നവരും മൗനം പാലിക്കുന്നവരും ഒന്നോർക്കുക, നിങ്ങൾ ഈ രാജ്യത്ത് നിലയുറപ്പിച്ചത് ഇതേ രാംലല്ലയുടെ പേര് പറഞ്ഞാണ്. അനീഷ് തകടിയിൽ, എക്സ്പ്രസ് വാർത്താ ഡെസ്ക്.